ഹലോ എവ്രി വൺ, വെൽക്കം ടു എജുപോർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ചാപ്റ്റർ നമ്പർ 4 സൈബർ സ്പേസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ബിഫോർ ദാറ്റ് നമുക്ക് എത്രയാണ് മാർക്ക് വരുന്നതെന്ന് നോക്കാം. സോ നമുക്കിവിടെ കാണാം, ടോട്ടൽ തിയറിക്ക് 10 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യന് 0.5 മാർക്കായിരിക്കും, പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കായിരിക്കും? 1 മാർക്കായിരിക്കും. പിന്നെ പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിന് ഒരു കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്താൽ മതി. പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 5 ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മൾ 2 കറക്റ്റ് ആൻസേഴ്സ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റല്ലേ മക്കളെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First question, what is the term used to describe the virtual space of the digital world where computers, smartphones, servers and other devices along with the network and information they exchange and all are interconnected? ഒന്നുമില്ല, നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പിന്നെ ഇലക്ട്രിക്കൽ ഡിവൈസസ്, അതിനൊക്കെ കൂടി അതിൽ ഇൻഫോർമേഷനൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതൊക്കെ കൂടി നമ്മൾ എന്ത് പറയും മക്കളെ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? സൈബർ സ്പേസ്. അപ്പം എന്താണ് ഇതൊക്കെ? എന്താണ് മക്കളെ? സൈബർ സ്പേസ് ആണ്. സോ സൈബർ സ്പേസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ സൈബർ സ്പേസ് ടെർമിനോളജി, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ trial or collection of information that a person leaves behind while using the internet? ഒരു യൂസർ യൂസ് ചെയ്തിട്ട് അവരുടെ എന്താണ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലീവ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ പോകുന്നത്. നമ്മളിപ്പം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് നടക്കുമോ? ഇല്ലല്ലോ. നമ്മളതിൽ യൂസ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ യൂസർ ID കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സമയമായി നമ്മളത് ഓഫാക്കിയിട്ട് തിരിച്ചു പോകും. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്തായിരിക്കും മക്കളെ പറയുന്നുണ്ടാവുക? We call it as digital footprint. ഒന്നുമില്ല, what is the name given to the trial or collection of information that a person leave? ഒരു പേഴ്സൺ ലീവ് ചെയ്ത ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷന് എന്ത് പറയും മക്കളെ? ഡിജിറ്റൽ ഫുട്പ്രിന്റ്. സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. What is the term used to describe the digital representation of an individual that reflects their information, ആക്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓൺലൈൻ വേൾഡ്? ഓൺലൈനിൽ നമ്മൾ ഒരു ആളുടെ അവരുടെ ഇൻഡിവിജ്വൽ പേര്, യൂസർ നെയിം, പിന്നെ അതേപോലെ അവരുടെ ആക്ടിവിറ്റീസ്, അതിനൊക്കെ നമ്മൾ എന്ത് ടേമാണ് പറയുക? സൈബർ സ്പേസ് എന്നാണോ, ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്നാണോ, സൈബർ ഐഡൻറ്റിറ്റി എന്നാണോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണോ? എന്തായിരിക്കും മക്കളെ പറയുന്നുണ്ടാവുക? അതൊക്കെ എന്താണ്? ഒരാളുടെ യൂസർ നെയിം, പിന്നെ അവരുടെ ആക്ടിവിറ്റീസ്, അതൊക്കെ എന്താണ് മക്കളെ? അതൊക്കെ അയാളുടെ ഐഡൻറ്റിറ്റി ആണല്ലേ. സോ നമ്മൾ എന്ത് പറയും ഇവിടെ? സൈബർ ഐഡൻറ്റിറ്റി. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സൈബർ സ്പേസ്? ഇതിൽ ഏതാണ് സൈബർ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്? നമുക്ക് വായിച്ച് നോക്കിയാലോ? Okay, first one, buying and recording items from ration shop, writing a Python program using idle on a computer, using map software to navigate while traveling, playing an online game with friend remotely. So ഇതിൽ ഏതായിരിക്കും മക്കളെ? ഇതിലിപ്പം നമുക്കറിയാം ബൈയിങ് ആൻഡ് റെക്കോർഡിങ് ഐറ്റംസ് ഫ്രം ദ റേഷൻ ഷോപ്പ്. ഇത് ആക്ച്വലി എന്താ പറയുക, ഇപ്പം അപ്ഡേറ്റ് ആയി റേഷൻ ഷോപ്പൊക്കെ അപ്ഡേറ്റ് ആയി വരുന്നുണ്ടല്ലേ. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് പണ്ടത്തെ റേഷൻ ഷോപ്പ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ, പണ്ട് എങ്ങനെയായിരുന്നു റേഷൻ ഷോപ്പിൽ നമ്മൾ എങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കാറ്? സൈബർ സ്പേസുമായിട്ട് കണക്റ്റിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ പേപ്പറിലൊക്കെ എഴുതിയിട്ടാണ് വാങ്ങിക്കാറ് അല്ലേ മക്കളെ? ഇപ്പം എന്തായി മാറുന്നുണ്ടത്? അത് ഫുൾ ഫിംഗർ പ്രിൻറ്റും പിന്നെ അതേപോലെ അതിൻ്റെ ടെക്നോളജി കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. സോ നമുക്കിവിടെ ഓൾഡ് റേഷൻ ഷോപ്പിന് കൊടുത്താൽ അത് ശരിയാവില്ല മക്കളെ. ഓക്കെ, സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which system developed with the help of artificial intelligence allows people to experience an artificial world similar to the റിയൽ വേൾഡ്? അതായത് AI പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താ പറയുന്നത്? ഏത് സിസ്റ്റമാണ് AI ഡെവലപ്പ് ചെയ്തിട്ട് റിയൽ വേൾഡിന് സിമിലർ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തത്? ഇവിടെ ഏതായിരിക്കും മക്കളെ? IoT ആണോ, സൈബർ സ്പേസ് ആണോ, സൈബർ ഇൻഫ്രാസ്ട്രക്ചർ ആണോ, മെറ്റാവേഴ്സ് ആണോ? AI എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്താണ് ചൂസ് ചെയ്യുന്നത്? മെറ്റാവേഴ്സ്. അതാണ്, അത് ആർട്ടിഫിഷ്യൽ വേൾഡ് ആണത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of the following terms refers to the unauthorized access of a computer or network? ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ അൺഓതറൈസ് ആക്സസ്
ഓതറൈസ് അല്ല, അൺഓതറൈസ്ഡ് ആക്സസ്. അപ്പം എന്തായിരിക്കും മക്കളെ? അത് നല്ല കാര്യമാണോ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യുന്നത്? നമ്മൾ കയറാൻ പറ്റാത്ത സ്ഥലത്ത് ചെയ്യുന്നത് നല്ല കാര്യമാണോ മക്കളെ? അല്ല. അപ്പം അതിന് എന്താ മക്കളെ പറയുക? അതാണ് ഹാക്കിംഗ്, അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. ഇനി അടുത്തത്, which term was popularized by William Gibson in his novel Neuromancer? വില്യമിന്റെ ന്യൂറോമാൻസർ എന്ന നോവലിൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? എന്തിനെ പറ്റിയാണ് മക്കളെ പറഞ്ഞത്? സൈബർ സ്പേസ് ആണോ, അവേറ്റേഴ്സ് ആണോ, സ്പോയിലർ ആണോ, മെറ്റാവേഴ്സ് ആണോ? സൈബർ സ്പേസ്. അതായത് വില്യം എന്താണ് അദ്ദേഹത്തിന്റെ നോവലിലൂടെ പറഞ്ഞത്? സൈബർ സ്പേസിനെ പറ്റിയാണ് വില്യം അദ്ദേഹത്തിന്റെ നോവലിലൂടെ പറഞ്ഞത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of the following refers to the digital currency that is not issued by government and differs from the traditional currencies? ഇപ്പോൾ നമുക്കുള്ള ട്രഡീഷണൽ കറൻസിനും കാട്ടി വ്യത്യാസമായിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കലി ഇല്ലാതെ ഡിജിറ്റലി ഉള്ള കറൻസി, അത് നമ്മൾ എന്ത് വിളിക്കും മക്കളെ? എന്ത് വിളിക്കും? ക്രിപ്റ്റോഗ്രഫി ആണോ, ക്രിപ്റ്റോ കറൻസി ആണോ, ഡിജിറ്റൽ സ്പേസ് ആണോ, ഡിജിറ്റൽ ടോക്കൺ ആണോ? എന്താ മക്കളെ വിളിക്കുക? അതെ, ഇറ്റ് ഈസ് ക്രിപ്റ്റോ കറൻസി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? Next question, which of the following is often described as the currency of 21st century? കേട്ടോളൂ, currency of 21st century or the oil of the digital wealth. അതായത് ഇപ്പോൾ എന്താണ് കറൻസി ഓഫ് ദ 21st century എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ്? പിന്നെ അതേപോലെ എന്ത് പറയും അതിന്? ഓയിൽ ഓഫ് ഡിജിറ്റൽ വെൽത്ത്. എന്തായിരിക്കും മക്കളെ അത്? എന്തായിരിക്കും നമ്മുടെ 21st centuryയുടെ കറൻസി എന്ന് പറയുന്ന സംഭവം? എന്തായിരിക്കും മക്കളെ? ഡാറ്റയാണോ, ലൈറ്റ് കോയിൻ ആണോ, ഡോളർ ആണോ, ബിറ്റ് കോയിൻ ആണോ? ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടി വരികയാണ്. എന്താണ് മക്കളെ? യെസ്, ദാറ്റ് ഈസ് ഡാറ്റ. നമ്മുടെ ഓരോ ആളുകളുടെയും ഡാറ്റ എന്താണ് മക്കളെ? വളരെ അധികം വാല്യൂ ഉള്ള സംഭവമാണ്. സോ ഇവിടെ ഡാറ്റയാണ് എന്ത്? കറൻസി ഓഫ് 21st century അല്ലെങ്കിൽ ഓയിൽ ഓഫ് ഡിജിറ്റൽ വെൽത്ത് എന്ന് നമ്മൾ പറയുന്നത്. സെറ്റില്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Buying goods from a ration shop can involve interaction within the cyber world. Which of the following tools or information would be useful in this process? So നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കുമ്പം 5 ഓപ്ഷൻ ഉണ്ട്. സോ 5 ഓപ്ഷൻ വരുമ്പം 2 ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ റേഷൻ ഷോപ്പിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ റേഷൻ ഷോപ്പ് എന്താണ്? പണ്ടത്തെ റേഷൻ ഷോപ്പ് എങ്ങനെയായിരുന്നു? സൈബർ സ്പേസുമായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. സോ ഇപ്പം എന്തായി? സൈബർ സ്പേസുമായിട്ട് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ഹോം അപ്ലയൻസസ് അല്ലല്ലോ, അല്ല. പിന്നെ ഇപോസ്, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ. അതായത് അത് ആൻസർ ശരി. അതായത് എന്താണ്? നമ്മൾ ഓരോ ആളുകൾ വരുമ്പം ഒരു മെഷീൻ വെച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ലേ? അതാണ് ഇപോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് അങ്ങനെ റിമെമ്പർ ആക്കി വെക്കുക. എല്ലാം തലയിൽ ഇങ്ങനെ റിമെമ്പർ ആക്കി വെച്ചാൽ എന്താണ്? എക്സാം എഴുതുമ്പം ക്വസ്റ്റ്യൻ കാണുമ്പം ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ പെട്ടെന്ന് കിട്ടും. പിന്നെ വോയിസ് മെസ്സേജ് ഇല്ല, തെറ്റാണ്. പിന്നെ അക്കൗണ്ട് ഇൻഫോർമേഷൻ, അത് നമ്മൾ അങ്ങനെ അതിൽ ചെയ്യുന്നില്ലല്ലോ. പിന്നെയാണ് ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ നമുക്ക് ഏത് 2 സിസ്റ്റം വെച്ചിട്ട് റേഷൻ ഷോപ്പിന് സൈബർ സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യാം? ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണുള്ളത്? ഒന്ന് ഇപോസ് സിസ്റ്റവും പിന്നെ അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും. സെറ്റല്ലേ മക്കളെ? സോ നെക്സ്റ്റ് ചോദ്യം, given below are some statements about hacking which refers to the breaking into a computer or network. Select the കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഹാക്കിങ്ങിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് വായിച്ചു നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ, ഹാക്കിംഗ് ഈസ് ഡൺ വിത്ത് ദ ഓണേഴ്സ് പെർമിഷൻ. ഓണറിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യുമോ മക്കളെ? ഇല്ലല്ലോ. ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആണ് എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ആണ് മക്കളെ എന്ത്? ഹാക്കിംഗ്. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്കിവിടെ കറക്റ്റാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഓപ്ഷൻ ബി നോക്കാം. ഹാക്കിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ സൈബർ ക്രൈം അണ്ടർ കറന്റ് ലോ. ഇപ്പോഴത്തെ നിയമത്തിൽ ഹാക്കിംഗ് എന്താണ് മക്കളെ? ഒരു സൈബർ ക്രൈമാണ്. ഓക്കെ, ഹാക്കിംഗ് ചെയ്താൽ നമ്മൾ പോലീസ് പിടിച്ച് കൊണ്ടുപോകും. അതായത് ഹാക്കിംഗ് ഒരു സൈബർ ക്രൈമാണ്. അപ്പോൾ അത് കറക്റ്റാണ്. സോ ബി ഈസ് ദ വൺ ഓഫ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എത്തിക്കൽ ഹാക്കിംഗ് ഈസ് ഡൺ വിത്തൗട്ട് ദ ഓണേഴ്സ് പെർമിഷൻ. അതായത് ഹാക്കിംഗ് തന്നെ ഒരുപാട് ടൈപ്പ് ഹാക്കിംഗ് ഉണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് മക്കളെ? ലീഗലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് എന്തുണ്ട്? കുറച്ച്
പ്രശ്നങ്ങളുണ്ട്. അപ്പം എത്തിക്കൽ ഹാക്കേഴ്സ് എന്ത് ചെയ്യും, അത് ഹാക്ക് ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നങ്ങൾ അതിൽ സോൾവ് ആക്കി കൊടുക്കും. അപ്പം അത് നല്ല കാര്യമല്ലേ, ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കി കൊടുക്കുന്ന നല്ല കാര്യമല്ലേ മക്കളെ. അപ്പം അതിനാണ് എന്ത് പറയുക, എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുക. അപ്പം എത്തിക്കൽ ഹാക്കിംഗ് എന്താവും, എത്തിക്കൽ ഹാക്കിംഗ് എന്തായാലും എന്താണ്, ഓണറിൻ്റെ പെർമിഷൻ വെച്ചിട്ടായിരിക്കും എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നുണ്ടാവുക. അത് നല്ല കാര്യമാണ്. ഹാക്കിംഗ് വെറും ഹാക്കിംഗ് പോലെയല്ല. എത്തിക്കൽ ഹാക്കിംഗ് ഈസ് എ ഗുഡ് തിങ് ആൻഡ് ഇറ്റ് ഈസ് ലീഗലി accepted. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കൽ ഹാക്കിംഗ് ഈസ് ഡൺ വിത്തൗട്ട് ദ ഓണേഴ്സ് പെർമിഷൻ. അത് തെറ്റാണ്. വിത്ത് ദ ഓണേഴ്സ് പെർമിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡി നോക്കാം. എത്തിക്കൽ ഹാക്കിംഗ് ഈസ് കൺസിഡേർഡ് എ സൈബർ ക്രൈം അണ്ടർ കറണ്ട് ലോ. അതെന്താ മക്കളെ, എത്തിക്കൽ ഹാക്കിംഗ് ഈസ് കൺസിഡേർഡ് എ സൈബർ ക്രൈം അണ്ടർ ദ കറണ്ട് ലോ. ഞാൻ പറഞ്ഞല്ലേ എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്, എത്തിക്കൽ ഹാക്കിംഗ് എന്താ മക്കളെ, സൈബർ ക്രൈം ആണോ? അല്ല, ഡെഫിനറ്റ്ലി അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമല്ല. അടുത്ത് നോക്കാം. എത്തിക്കൽ ഹാക്കിംഗ് ഈസ് ഡൺ ടു ഇംപ്രൂവ് സെക്യൂരിറ്റി ആൻഡ് പ്രിവെൻറ്റ് സൈബർ അറ്റാക്സ്. ഇത് സെറ്റല്ലേ മക്കളെ, ഞാൻ പറഞ്ഞല്ലേ എന്തിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നത്, ടു ഇംപ്രൂവ് സെക്യൂരിറ്റി ആൻഡ് പ്രിവെൻറ്റ് സൈബർ അറ്റാക്സ്. സോ ഇത് സെറ്റല്ലേ മക്കളെ. സോ ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ എന്താണ് മക്കളെ, ഒന്ന് ഹാക്കിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ സൈബർ ക്രൈം അണ്ടർ ദ കറണ്ട് ലോ, പിന്നെന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എന്താണ് മക്കളെ, ഈസ് ഡൺ ടു ഇംപ്രൂവ് സെക്യൂരിറ്റി ആൻഡ് പ്രിവെൻറ്റ് സൈബർ അറ്റാക്ക്. സെറ്റല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡിജിറ്റൽ അസറ്റ്സ്? ഇതിൽ ഏതൊക്കെയാണ് ഡിജിറ്റൽ അസറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഇവിടെ അവാറ്റേഴ്സ് ഉണ്ട്, പിന്നെ NFTs ഉണ്ട്, സ്പോയിലേഴ്സ് ഉണ്ട്, മെറ്റാവേഴ്സ് ഉണ്ട്, പിന്നെ പോയിന്റ്സ് ഏൺഡ് ത്രൂ ഓൺലൈൻ ഷോപ്പിംഗ്. അതായത് നമുക്ക് ഇതൊക്കെ ഡിജിറ്റലി നമുക്ക് കിട്ടുന്ന സംഭവമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിജിറ്റൽ അസറ്റ്സ് ആക്കി മാറ്റാൻ പറ്റുക. അതായത് ഒരു മൂലയുള്ള ഒരു സംഭവം ആക്കി മാറ്റാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇപ്പം അവാറ്റേഴ്സ് ഇല്ല, NFTs നമുക്ക് ചെയ്യാം, ഡിജിറ്റൽ അസറ്റ് ആണ്. സ്പോയിലേഴ്സ് ഇല്ല, മെറ്റാവേഴ്സ് AI റിലേറ്റഡ് ആണ്. പിന്നെന്താ, പോയിന്റ്സ് ഏൺഡ് ത്രൂ ഓൺലൈൻ ഷോപ്പിംഗ്, അതും എന്താണ്, നമുക്ക് നമ്മുടെ ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എവിടെയൊക്കെ ഷോപ്പിനൊക്കെ പോകുമ്പം എന്തുണ്ടാവും, നമ്മൾ കാർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും മക്കളെ, നമുക്ക് പോയിന്റ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ആയാലും അത് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെന്താണ് മക്കളെ, ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. സോ അത് മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് മക്കളെ, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ആക്ഷൻസ് ദാറ്റ് ആർ കോമൺലി പെർഫോംഡ് ടു ക്വിക്ക്ലി ആക്സസ് ഇൻഫോർമേഷൻ ഇൻ സൈബർ സ്പേസ്. അതായത് സൈബർ സ്പേസിൽ സാധാരണ രീതിയിൽ ക്വിക്ക്ലി ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തൊക്കെ ടെക്നിക്സ് ആണല്ലോ നോക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, യൂസ് ദ ഓപ്പൺ സീ സൈറ്റ്, പിന്നെ യൂസ് അവാറ്റേഴ്സ്, പിന്നെ യൂസ് സെർച്ച് എൻജിൻസ്, യൂസ് ഓൺലൈൻ മാപ്സ്, പിന്നെ AI. അതായത് നമുക്ക് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ, ഇപ്പം ഓൺലൈൻ റിലേറ്റഡ് ആയിട്ട് ഇൻഫോർമേഷനൊക്കെ ഗ്യാദർ ചെയ്യാൻ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് ഒന്നിനെ പറ്റി അറിയണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എജുപോർട്ടിനെ പറ്റി അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ എടുത്ത് എജുപോർട്ടിനെ സെർച്ച് ചെയ്യും അല്ലേ മക്കളെ. പിന്നെ ഇപ്പം എന്ത് ചെയ്യും, ഇപ്പം AIയും ChatGPT ഒക്കെ എന്താണ്, ബൂമായി വരാണ്. സോ നമ്മളിപ്പം ഗൂഗിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ChatGPT ചോദിക്കും, ChatGPT പ്ലീസ് ടെൽ മീ അബൌട്ട് എജുപോർട്ട്. അപ്പോൾ ChatGPT എന്ത് പറഞ്ഞുതരും, എജുപോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ പറ്റി, ആക്സസ് ചെയ്യാൻ പറ്റിയില്ലേ. സോ നമുക്കിവിടെ രണ്ട് മെത്തേഡ്, ഒന്ന് യൂസ് സെർച്ച് എൻജിൻസും പിന്നെ AIയും. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഗിവൺ മോർ അറ്റൻഷൻ വെൻ ഷെയറിംഗ് വിത്ത് അതേഴ്സ് ഇൻ സൈബർ സ്പേസ്? അതായത് നമ്മൾ സൈബർ സ്പേസിൽ അതേഴ്സുമായിട്ട് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുമ്പം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫോട്ടോ ഉണ്ട്, ഏജ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, ലൈക്സ് ഉണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിലേതാണ് മക്കളെ കുറച്ചും കൂടി കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? ഒന്ന് ഏതാ, ഡെഫിനറ്റ്ലി ഫോട്ടോ ആണ്. നമ്മുടെ ഫോട്ടോ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അയച്ചു കൊടുത്താൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ഫോട്ടോ ആണ് ഒന്നാമത്തെ ആൻസർ. പിന്നെ ഏജ്, നമ്മുടെ വയസ്സ് ഒരാൾക്ക് അയച്ചു കൊടുത്തു, അതിന് കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇല്ല. പിന്നെ നമ്മുടെ പ്രൊഫഷൻ, ഇപ്പം ഞാനൊരു ടീച്ചറാണെങ്കിൽ I am a ടീച്ചർ എന്ന് പറഞ്ഞു, അതൊരു കുഴപ്പമാണോ? അതായത് അത് വേറെ അറിഞ്ഞാൽ കുഴപ്പമാണോ? ഡെഫിനറ്റ്ലി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ലൈക്സ്, നമ്മൾ എത്ര പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമാവുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ലല്ലോ, ഇല്ല. പക്ഷേ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഒരാൾക്ക് ഷെയർ ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും മക്കളെ, ഹാക്കേഴ്സ് അവരുടെ കൈമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പോകും അല്ലേ. സോ എന്താണ്,
ഫോട്ടോയും ബാങ്ക് ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ആക്കാൻ വേണ്ടി പാടില്ല. സൈബർ സ്പേസിൽ വേറൊരാളായിട്ട് നമ്മൾ ഷെയർ ആക്കാൻ വേണ്ടി പാടില്ല. കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫിസിക്കൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ എക്സസീവ് സൈബർ യൂസ്? അതായത് നമ്മൾ സൈബർ സ്പേസ് എക്സസീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടെക്നെക്, പിന്നെ ഫോമോ, പിന്നെ ഒബസിറ്റി ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, പിന്നെ സൈബർ കോൺട്രിയ, പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്. ഇതിൽ ഏതൊക്കെ ആയിരിക്കും മക്കളെ നമുക്ക് ഫിസിക്കലി ആയിട്ട് ലഭിക്കാവുന്ന പോകുന്ന പ്രശ്നങ്ങൾ? ഓക്കെ, ഒന്ന് ടെക്നെക്. ടെക്നെക്. പിന്നെന്താണ്? ഒബസിറ്റി ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും എന്ത് ചെയ്താൽ? ഈ സൈബർ സ്പേസ് ഓവർ യൂസ് ചെയ്താൽ. അപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോബ്ലംസ്? ടെക്നിക്കും അതേപോലെ ഒബസിറ്റി ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോ മക്കളെ നമുക്കിനി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ചാപ്റ്റർ 4 എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ടോപ്പിക്സും കാര്യങ്ങളും ഇതിൽ കവർ ആയിട്ടുണ്ട്. സോ ഇത് കൂടാതെ ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കൂടി അവൈലബിൾ ആണ്. സോ എല്ലാവരും അത് കാണാം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. സോ താങ്ക് യു.